ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഓണം എക്സാം ഒക്കെ ആവാനായല്ലേ മക്കളെ. അപ്പോൾ ഓണം എക്സാമിന് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠമാണ് പറവകൾ പാറി. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ എന്താണ് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ പട 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 പറവകൾ പാറി തന 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 തനുതീന താന. അപ്പൊ ഇതേപോലെ തന്നെ കുറച്ച് ഭാഗം പൂരിപ്പിക്കാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ വരികൾ ഉണ്ടാക്കാൻ ചോദിക്കാം. ഇപ്പൊ പടപട എന്നുള്ളത് വേറെ എന്തെങ്കിലും വരികൾ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ട് ഈ വരികൾ പ്രധാനമായിക്കാണ് നോക്കാട്ടോ. പിന്നെ അതിന്റെ പുറമെ കുറച്ച് വരികൾ കാണാതെ പഠിക്കുകയും വേണം. ഇപ്പൊ തനൊക്കെ പറഞ്ഞുകാണ്ടില്ല കുറച്ച് വരികളൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ കുറച്ച് വരികൾ പഠിച്ചും കൂടി വെക്കാട്ടോ. എന്തായാലും വരികൾ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ വരികൾ ഉണ്ടാക്കാനോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഉദാഹരണമായിക്കാണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കലപില കലപില പറവകൾ പാറി. അപ്പൊ അവിടെ എന്താ പൂരിപ്പിക്കാല്ലേ, അവിടെ എന്താ വരില്ലേ? തന 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 തനുതിന താന. ഇതേപോലെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഈ ഒരു പാഠത്തിൽ പ്രധാനമായിക്കാണ്ട് പറയുന്നത് ആരെ കുറിച്ചാണ്? പക്ഷികളെ കുറിച്ചാണല്ലേ. പിന്നെ അതേപോലെ പക്ഷികളുടെ നിറം കൊടുക്കാൻ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ അതേപോലെ പക്ഷികളുടെ പേരും അതേപോലെ തൂവലുകളും ഏതാണെന്ന് ചോദിക്കാട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് പക്ഷികളുടെ പേരും അതേപോലെ തൂവലുകളും നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കൂ. ആ ഫസ്റ്റത്തെ പക്ഷിന്റെ പേരെന്താണ്? കാക്ക. അപ്പൊ അതെന്താണ്? കാക്ക. കാക്കന്റെ തൂവൽ എന്ത് നിറമായിരിക്കും? കറുപ്പ് നിറമാവും. ഇനി നമുക്ക് അടുത്ത പക്ഷിയെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പക്ഷിന്റെ പേരെന്താണ്? തത്ത. അതിന്റെ തൂവലിന്റെ ചിത്രമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ തത്ത എന്നൊക്കെ എഴുതുമ്പോ ശരിക്കും എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പക്ഷിയാണ് പ്രാവ്. പ്രാവിന്റെ തൂവല് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാവിനെ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി പറയുന്നത് പൊന്മാൻ. ആ പൊന്മാന്റെ നിറം എന്താണ്? നീല നിറം. നീലും പിന്നെ എന്തൊക്കെയാണ് കൂടിയേക്കുന്നത്? മഞ്ഞ, നീല. വലിയ ചുണ്ടാണല്ലേ പൊന്മാനില്ലത്. അപ്പൊ പൊന്മാന്റെ ചിത്രം നിങ്ങൾ എല്ലാവരും മനസ്സിൽ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇത് പൊന്മാനാണ് കേട്ടോ. പിന്നെ പ്രധാനമായി കണ്ടുള്ളൊരു പക്ഷിയാണ് മയില്. അപ്പൊ മയില് എന്നെല്ലാവരും എഴുതി പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ മയിലിന്റെ തൂവലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പക്ഷിയാണ് കൊക്ക്. അപ്പൊ കൊക്കിന്റെ ചിത്രം എല്ലാവരും നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചിത്രമാണ് താറാവ്. അപ്പൊ താറാവിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പരുന്ത്. അപ്പൊ ഇതെല്ലാവരും എഴുതി പഠിക്കേണ്ടതാണ് ട്ടോ പരുന്തൊക്കെ. പിന്നെ അടുത്ത ചിത്രമാണ് കുയില്. അപ്പൊ ഇതാണ് കുയില്. ഇനി അടുത്തതാണ് വേയാമ്പൽ. അപ്പൊ നമ്മൾ കുറച്ച് പക്ഷികളും അതേപോലെ പക്ഷിന്റെ കുറച്ച് തൂവലുകളും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി പക്ഷികളുടെ പ്രത്യേകത എന്തൊക്കെയാ നോക്കാം. അപ്പൊ ചിറകും തൂവലും ഉണ്ട്. പക്ഷികൾക്കാണ് എന്തൊക്കെയാ ഉണ്ടാവുക? ചിറകും തൂവലും ഉണ്ടാവുക. പറക്കാൻ കഴിയും. അപ്പൊ പറക്കൽ ആരാണ്? പക്ഷികളാണ്. അപ്പൊ പക്ഷികൾ എന്താ ചെയ്യല്? മുട്ടയിടും. പക്ഷികൾ മുട്ടയിടും, കൂടുണ്ടാക്കും. കൂടുണ്ടാക്കാൻ ഒരു കഴിവുണ്ട് പക്ഷികൾക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പക്ഷികളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത ഇല്ലത് ഒരു പക്ഷിന്റെ ചിത്രം തന്നുകൊണ്ട് അത് ഡ്രോയിങ് ചെയ്യാൻ അല്ലെങ്കിൽ കളർ കൊടുക്കാൻ അതൊക്കെയാണ് പിന്നെ ഉണ്ടാവല് കേട്ടോ. ഇനി രണ്ടാമത്തെ പാഠത്തിന് എന്തൊക്കെയാണ് ഓണം എക്സാമിന് ചോദിക്കുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ഒരു പ്രവർത്തനമാണ് വിട്ടുപോയത് പൂരിപ്പിക്കുക. അപ്പൊ നമുക്ക് പൂരിപ്പിച്ചാലോ. അപ്പൊ ഇതിന്റെ ആൻസർ ഇല്ലത് നമുക്ക് നോക്കാം. പറന്നു വന്നു. ആരാണ് പറന്നു വന്നത്? കുരുവി പറന്നു വന്നു. തേൻ കുടിച്ചു. ആരാണ് തേൻ കുടിച്ചത്? കുരുവി തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. ആരാണ് ചിരിച്ചു നിന്നത്? പൂവ് ചിരിച്ചു നിന്നു. നീന്തി വന്നു. ആരാണ് നീന്തി വന്നത്? താറാവ് നീന്തി വന്നു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരാം. ഇതന്നെ ചോദിക്കണമെന്നില്ല, എന്നാലും ചാൻസ് ഉണ്ട്. അപ്പൊ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇനി യോജിപ്പിക്കാനാണ് ഇല്ലതല്ലേ. ഇതേപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരും കേട്ടോ. അപ്പൊ വേര് ഏതാണ്? വേര്. അതേപോലെ ഇല, കായ്, പൂവ്, ഇതൊക്കെ ഏതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇത് കേട്ടോ.
അടുത്തൊരു പ്രവർത്തനം നോക്കാം. ഇനി അടുത്ത പ്രവർത്തനമാണ് താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളുള്ള 2 വാക്കുകൾ വീതം എഴുതാനാണ്. ഫസ്റ്റത്തെ അക്ഷരം എന്താണ്? ഓ. അപ്പൊ ഓ വെച്ചുകാണ്ട് ഓല ഒട്ടകം. യാ വെച്ചുകാണ്ടോ മഴ മഴവില്ല്. അപ്പൊ റാ വെച്ചുകാണ്ട് തറ റോഡ്. രാ വെച്ചുകാണ്ടോ രാവ് രാജാവ്. നാന്ന് വെച്ചുകാണ്ട് ഒന്ന് മിന്നൽ. ഇനി ചാ വെച്ചുകാണ്ട് പൂച്ച ഈച്ച. ഇനി ഞാ വെച്ചുകാണ്ട് ഞണ്ട് ഞരമ്പ്. ഇനി കാ വെച്ചുകാണ്ട് ചക്ക കാക്ക. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഓരോ അക്ഷരങ്ങൾ തന്നുകാണ്ട് അതിന്റെ 2 വാക്കുകൾ എഴുതാൻ എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ് ചിത്രം നോക്കി പേരെഴുതുക. ഇതൊക്കെ എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ലേ? ഇനി നമുക്ക് ഉത്തരം നോക്കിയാലോ? അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. ഫസ്റ്റത്തെ എന്താണ്? മഴ, ചെടി, പിന്നെ ഇല, ആട്, മീന്. ഇതൊക്കെയാണല്ലേ ചിത്രത്തിലുള്ളത്. ഇനി അടുത്ത ചോദ്യമാണ് വിട്ടുപോയ അക്ഷരം കണ്ടെത്തി എഴുതുക. അപ്പൊ വിട്ടുപോയ അക്ഷരം കണ്ടെത്തി നമുക്ക് എഴുതിയാലോ? പൂവ്, കുരുവി, താറാവ്, ഇല. ഇതൊക്കെയാണല്ലേ വിട്ടുപോയത്. അപ്പൊ പൂ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എന്ത് എഴുതണം? വീന്ന് എഴുതണല്ലേ. അങ്ങനെ ഓരോ വിട്ട ഭാഗവും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതന്നെ ചോദിക്കണമെന്നില്ല, പക്ഷെ ഇതേപോലത്തതായിരിക്കും ചിലപ്പം ചോദിക്കാം. ഇനി അടുത്ത ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പൂക്കളുടെ നിറങ്ങൾ എഴുതുക. അപ്പൊ എന്താണ് ഫസ്റ്റത്തെ നിറം? അപ്പൊ വെള്ള നിറമാണല്ലോ ആ പൂവിന്. അപ്പൊ എന്താണ്? മുല്ലപ്പൂവാണല്ലേ. അപ്പൊ രണ്ടാമത്തെ പൂവിന്റെ നിറം എന്താണ്? എന്ത് നിറമാണത്? മഞ്ഞ നിറം. മൂന്നാമത്തെ ചെമ്പരത്തി ആണല്ലേ. ആ ചെമ്പരത്തിന്റെ നിറം എന്താണ്? ആ ചുവപ്പ് നിറം. അവസാനത്തെ പൂവിന്റെ നിറം എന്താണ് മക്കളെ? നീല നിറമാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അതിന്റെ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും നോക്കി വെക്കേണ്ടതാണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് പൂക്കളുടെ പേര് എഴുതുക. അപ്പൊ എന്തൊക്കെ പൂക്കൾ മക്കൾക്ക് അറിയാം? ഞാൻ കുറച്ച് പറഞ്ഞു തരട്ടെ. മുല്ല, ചെമ്പരത്തി, താമര, ജമന്തി, റോസ്. അപ്പോൾ ഈ ഒരു 5 പൂക്കളുടെ പേര് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം എന്തായാലും എക്സാമിന് പൂക്കളുടെ പേര് എഴുതാൻ ചോദ്യം വരും. രണ്ടാമത്തെ പാഠത്തിൽ കാര്യമായി പൂക്കളിനെ പറ്റിയാണ് ഇല്ലതല്ലേ. അതുകൊണ്ട് പൂക്കളുടെ പേര് എഴുതാൻ എന്തായാലും എക്സാമിന് ചോദ്യം വരും കേട്ടോ. അപ്പോൾ ഈ 5 പൂക്കളും എന്തായാലും പഠിച്ചു വെക്കാൻ നോക്കാം. എന്തൊക്കെയാണ് മക്കളെ? മുല്ല, ചെമ്പരത്തി, താമര, ജമന്തി, റോസ്. ഇനി മൂന്നാമത്തെ പാഠമാണ് ആർപ്പോ ഈർപ്പോ. ഇനി ഇതിലെന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രവർത്തനമാണ്, നിങ്ങൾ അവിടെ ഒരു കവിത കണ്ടിട്ടില്ലേ? പട്ടം പറന്നു, പൂവ് കണ്ടു, പറവ കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുയ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതാൻ എക്സാമിന് ചോദിക്കാം കേട്ടോ മക്കളെ. പിന്നെ ഈ ഒരു പാഠത്തിന് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് കളികളുടെ പേര് എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെ കളി അറിയാം? കുറച്ച് കളികൾ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ പാടി കളിക്ക, പിന്നെ വണ്ടി ഉരട്ടി കളി, അപ്പോൾ തൊട്ടുകളി, ഓടിക്കളി, കള്ളനും പോലീസും, ക്രിക്കറ്റ് കളി, ഒളിച്ചു കളി, കണ്ണുപൊത്തിക്കളി. അപ്പോൾ ഇത്രയും കളികൾ നിങ്ങൾക്ക് കുറച്ച് കളികൾ നോക്കി വെക്കാം കേട്ടോ. നിങ്ങൾ ഇതിൽ ഏതൊക്കെ കളികൾ കളിച്ചിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. ഈ കളികളല്ല, നിങ്ങൾക്ക് ഏത് കളികളായാലും പ്രശ്നമില്ല. ഇനി എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു പാട്ട് നമ്മൾ നോക്കിയല്ലേ. അപ്പൊ ഈ വിട്ടുപോയ ഭാഗം അപ്പൊ പൂരിപ്പിച്ചാണ്ട് നമുക്ക് നോക്കിയാലോ? ആർപ്പോ ഇറോ, ഇറോ ഇറോ, ആർപ്പോ ഇറോ, ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ. ഈ ഒരു കവിത നിങ്ങൾ എന്തായാലും നോക്കി വെക്കേണ്ടതാണ്. കാരണം എന്തായാലും അപ്പം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ കവിത ഒന്നായിട്ട് എഴുതാനോ എന്തായാലും ചോദ്യം ചോദിക്കൂട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലത്. ഇനി നമുക്ക് നാലാമത്തെ പാഠത്തിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വരുള്ളൂ. അത് ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയില്ലെന്ന് നോക്കാം. ഇനി നാലാമത്തെ പാഠമായ പിറന്നാൾ സമ്മാനം എന്ന പാഠത്തിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഇനി ഒന്നാമത്തെ പ്രവർത്തനമാണ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പേരെഴുതുക.
അപ്പൊ ഏതൊക്കെ പേര് നമുക്ക് എഴുതാം? പൂച്ച, തത്ത, പട്ടി, കോഴി, താറാവ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ മൃഗങ്ങളാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു ചിത്രം തന്നിട്ട് ചിത്രത്തിന് നിറം നൽകൂ. അതിൻ്റെ ഒരു ചോദ്യവും ഉണ്ടാവും. ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? ഇപ്പം നമ്മളിവിടെ കൊടുത്തിട്ട് ചിത്രം എന്തിൻ്റെതാണ്? ഒരു പൂമ്പാറ്റിൻ്റെ ചിത്രമാണല്ലേ. അപ്പം അതിന് നിറം നൽകാൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കാം. ഇനി താഴെ നൽകിയിരിക്കുന്ന ജീവികളെ വേർതിരിക്കുക. അപ്പൊ എന്തൊക്കെ മൃഗങ്ങളെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്? ആട്, പാമ്പ്, കോഴി, താറാവ്, ഒച്ച്, ഈച്ച, മണ്ണീര, പൂമ്പാറ്റ. അപ്പൊ അത് എങ്ങനെ വേർതിരിക്കാനാണ്? 3 ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൽ എന്തൊക്കെയാണ്? നടക്കുന്നവ, പറക്കുന്നവ, ഇഴയുന്നവ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇനി ഉത്തരമാണ് നടക്കുന്നവ ഏതാണ്? ആട്. ഇനി പറക്കുന്നവ കോഴി, താറാവ്, ഈച്ച, പൂമ്പാറ്റ. ഇനി ഇഴയുന്നവ ഏതൊക്കെയാണ്? പാമ്പ്, ഒച്ച്, മണ്ണിര. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇനി അടുത്തൊരു ചോദ്യമാണ് ചിത്രത്തിലെ ജീവികളുടെ പേര് എഴുതുക. അപ്പൊ ആ ഒരു ചിത്രം നോക്കൂ കുട്ടികളെ. എന്തൊക്കെയാണ് ആ ഒരു ചിത്രത്തിൽ കാണുന്നത്? അപ്പൊ ആദ്യം ആ മരത്തിന്റെ മേലെ നിൽക്കുന്നത് ആരാണ്? താറാവ്, കോഴി, പട്ടി, ആട്, പൂച്ച എന്നീ മൃഗങ്ങളെയാണല്ലേ ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്.